തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം ഞെട്ടിച്ച് ഒരു എംഎൽഎയുടെ അറസ്റ്റ് കൂടി നടന്നിരിക്കുകയാണ്. അതും മുഖ്യ പ്രതിപക്ഷമായ DMKയുടെ എംഎൽഎ. വിലാത്തിക്കുളം മണ്ഡലത്തിൽ നിന്നുള്ള എംഎൽഎയായ GV മാർക്കണ്ഡേയനാണ് ഇന്ന് രാവിലെ അറസ്റ്റിലായത്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി DMK രംഗത്തെത്തിയതോടെ അറസ്റ്റ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പോരിന് കളമൊരുക്കിയിരിക്കുകയാണ്. വിജയ് സർക്കാർ രാഷ്ട്രീയ പ്രതികാരം തീർക്കുകയാണ് എന്നാണ് സ്റ്റാലിനും കൂട്ടരും ആരോപിക്കുന്നത്. അറസ്റ്റിനുള്ള കാരണം മുഖ്യമന്ത്രി വിജയിയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയാണ്. ഈ മാസം 18-ന് കോവിൽപ്പെട്ടിൽ നടന്ന പൊതുപരിപാടിയിൽ മാർക്കണ്ഡേയൻ നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയെ അപമാനിച്ച് സംസാരിച്ചുവെന്നാണ് ആക്ഷേപം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തമിഴക വെട്രിക്കഴകം പ്രവർത്തകനാണ് പോലീസിൽ പരാതി നൽകിയത്. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി. കരൂരിലെ ആൾക്കൂട്ട ദുരന്തത്തെക്കുറിച്ച് അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുകയും നിയമസഭ ചേരുമ്പോൾ വിജയ് വിവരമറിയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പ്രസ്താവനകൾ ഭീഷണി സ്വഭാവമുള്ളതാണെന്ന് വിലയിരുത്തിയാണ് പോലീസ് വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. ഇന്ന് രാവിലെ MLAയുടെ വസതിയിൽ പോലീസ് എത്തിയതോടെ പ്രതിഷേധവുമായി പാർട്ടി പ്രവർത്തകർ ഒത്തുകൂടി. അനുയായികൾ പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. അറസ്റ്റിനെ ചോദ്യം ചെയ്യുന്ന MLAയുടെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ ഇതിനോടകം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നിയമസഭാംഗമായ തന്നെ സ്പീക്കറുടെ അനുമതിയില്ലാതെ അറസ്റ്റ് ചെയ്യാനാകില്ലെന്ന വാദമാണ് MLA ഉന്നയിക്കുന്നത്. എന്നാൽ പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധവും MLAയുടെ എതിർപ്പും മറികടന്ന് പോലീസ് മാർക്കണ്ഡേയനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. മുഖ്യമന്ത്രി വിജയിയെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ അടുത്തിടെ അറസ്റ്റിലാകുന്ന രണ്ടാമത്തെ DMK MLAയാണ് മാർക്കണ്ഡേയൻ. ഈ മാസം 3-നാണ് മുൻ മന്ത്രിയും തിരുച്ചെണ്ടൂർ MLAയുമായ അനിത R രാധാകൃഷ്ണൻ അറസ്റ്റിലായത്. ഭരണകക്ഷിയായ TVK പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിടുന്നതിന് പോലീസിനെ ദുരുപയോഗിക്കുകയാണെന്ന് DMK MP കനിമൊഴി വിമർശിക്കുന്നുണ്ട്. വളരെ പ്രാകൃതമായ രീതിയിൽ MLAയെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി അപലപനീയമാണ്. വിമർശനങ്ങളെ നേരിടാൻ കഴിയാത്ത TVK സർക്കാർ DMK നേതാക്കളെ അടിച്ചമർത്താൻ പോലീസിനെ ഉപയോഗിക്കുന്നു. അവർക്ക് ജനാധിപത്യപരമായ രീതിയിൽ തക്കതായ മറുപടി നൽകുമെന്നും കനിമൊഴി നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലിരുന്ന DMKയെ തകർത്തെറിഞ്ഞാണ് വിജയിയുടെ പാർട്ടിയായ TVK ഭരണത്തിലേറിയത്. അന്നു മുതൽ ഇരു പാർട്ടികളുടെയും നേതാക്കൾ തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. സ്റ്റാലിനെയും കുടുംബവാഴ്ചയെയും പല ഘട്ടങ്ങളിലും രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി വിജയ് തന്നെ വിമർശിച്ചിട്ടുമുണ്ട്. അതിനിടയിലാണ് മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന്റെ പേരിൽ ഒന്നിനു പുറകെ ഒന്നായി 2 DMK MLAമാർ അറസ്റ്റിലായിരിക്കുന്നത്. ഇത് രണ്ടു പാർട്ടികളും തമ്മിലുള്ള പോര് കടുപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഇന്ന് രാവിലെ മാർക്കണ്ഡേയൻ MLAയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കാണാം.